ജോയ്സ് മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്. രക്ഷിക്കപ്പെട്ടിട്ടും നിങ്ങൾ ദയനീയ സ്ഥിതിയിലായിരിക്കാം. ഒന്നുകിൽ ഒരു ദയനീയ പാപിയായിരിക്കാം, അല്ലെങ്കിൽ ദയനീയ വിശുദ്ധനായിരിക്കും. ഇത് സാധാരണയായി അറിവില്ലായ്മയായിരിക്കും. ഞാൻ ജോയ്സ് മേയർ. ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് ദൈവം എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ മോശമായ ഒരു മനോനിലയുടെ വക്കത്തായിരുന്നു. മോശമായ മനോനില ഉണ്ടാവാൻ പോകുന്നത് എത്ര പേർക്ക് അറിയാൻ കഴിയും? എന്നാൽ അത് തടയാനായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ശരിയായ സമയം അതായിരിക്കുമെന്നറിയാമോ? ഒരാഴ്ചയോളം മോശമായ മനോനിലയിൽ കഴിയാൻ കാത്തിരിക്കരുത്. പകരം ഉടൻ തന്നെ പ്രവർത്തിക്കണം. 1 പത്രോസ് 5 ആംപ്ലിഫൈഡ് ബൈബിൾ പറയുന്നു, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ എന്ന് പറയുന്നു. എല്ലാവർക്കും കഷ്ടപ്പാടുകൾ ഉണ്ടാവും. അതുകൊണ്ട് കഷ്ടപ്പാടുകളിലൂടെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ വ്യാകുലപ്പെടേണ്ടതില്ല. ബൈബിൾ പറയുന്നത് നാം ചെയ്യാൻ ആരംഭിക്കുകയാണ് വേണ്ടത്. ദൈവത്തിന് നിങ്ങളെ സമർപ്പിച്ച് സാത്താനെ എതിർത്ത് നിൽപ്പിൻ, അവൻ ഓടും. നമുക്ക് സാത്താൻ്റെ മേൽ അധികാരമുണ്ട്, പക്ഷെ അത് നാം ഉപയോഗപ്പെടുത്തണം. അത് ഓട്ടോമാറ്റിക്കായി വരുന്ന ഒരു കാര്യമല്ല. അതിനാൽ എൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് ദൈവം എന്നോട് പറയുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു മോശമായ ദിവസം ഉണ്ടാവണമെങ്കിൽ അതെനിക്ക് ഉണ്ടാക്കാനാവും. എന്നാൽ ഒരു നല്ല ദിവസം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചാൽ എനിക്കത് ഉണ്ടാക്കാൻ സാധിക്കും. കഷ്ടപ്പാട് ഒരു വാഗ്ദാനമാണ്, എന്നാൽ ദയനീയത ഒരു തീരുമാനമാണ്. നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നതിൽ ആത്മീക പക്വത ദൃശ്യമാകും. നിങ്ങളിൽ എത്ര പേർക്ക് ആത്മീയ പക്വത വേണമെന്നുണ്ട്? യേശുക്രിസ്തുവിൻ്റെ രൂപത്തിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ഇതാണ് ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ടാകേണ്ട ലക്ഷ്യം. നമുക്കാവശ്യമുള്ളതെല്ലാം ദൈവം തരാനായിട്ടല്ല നാം ഇവിടെ ഉള്ളത്. സുഖപ്രദമായ ജീവിതം തരാനുമല്ല. നാം ജനിച്ചത് ദൈവത്തെ സേവിക്കാൻ വേണ്ടിയാണ്, ദിവസവും ദൈവത്തോട് അപേക്ഷിക്കാൻ. ഇന്ന് അങ്ങേക്കായി ഞാൻ എന്ത് ചെയ്യണം, അല്ലാതെ എൻ്റെ സന്തോഷത്തിനായി നീ ഇത് ചെയ്തു തരണമെന്നല്ല. പകരം നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നാം ചുമക്കേണ്ട കുരിശ്, നിങ്ങളുടെ കുരിശെടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കൂ. മർക്കോസ് 8. സ്വാർത്ഥതയില്ലാത്ത ഒരു ജീവിതം ജീവിക്കണം. അതായത് എപ്പോഴും നമ്മെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കാൻ പാടില്ല. പകരം ദൈവത്തിന് ഉപയോഗപ്പെടുത്താനായി നമ്മെ ഒരുക്കേണ്ടതാണ്. നമുക്കാവശ്യമുള്ളത് കിട്ടിയാൽ സന്തോഷമുണ്ടാവുമെന്ന് നാം കരുതുന്നു. പക്ഷേ ഞാനിപ്പോൾ പറയുന്നു, ഉണ്ടാവില്ല. കിട്ടുന്നത് സന്തോഷമുണ്ടാക്കുന്നില്ല, കൊടുക്കുന്നത് സന്തോഷമുണ്ടാക്കുന്നു. എന്തെങ്കിലും കിട്ടുമ്പോൾ അല്പനേരം സന്തോഷമുണ്ടാവും, പക്ഷേ ആ സന്തോഷം നിലനിൽക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും നേടണം, എന്നിട്ട് വീണ്ടും മറ്റെന്തെങ്കിലും നേടണം, വീണ്ടും മറ്റെന്തെങ്കിലും നേടേണ്ടി വരും. സാധനങ്ങൾക്ക് നമ്മെ സന്തോഷിപ്പിക്കാൻ ഉള്ള കഴിവുണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ബൈബിൾ പറയുന്നു, ജനങ്ങൾ കബളിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്ന് പണം സന്തോഷമുണ്ടാക്കും എന്നതാണ്. നാം പലപ്പോഴും വിചാരിക്കുന്നു, വലിയൊരു വീടുണ്ടായിരുന്നെങ്കിൽ കൊള്ളാം, കൂടുതൽ പണം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം, ഒരുപക്ഷെ എനിക്ക് ഇതുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് അതുണ്ടായിരുന്നെങ്കിൽ. അവയ്ക്കൊന്നും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ യാതൊരു കഴിവുമില്ല. നമുക്ക് നല്ല സാധനങ്ങൾ ഉണ്ടാവരുതെന്നല്ല, പക്ഷേ ദൈവത്തിന് മുൻഗണന നൽകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അവന് നാം പ്രഥമസ്ഥാനം കൊടുത്താൽ നമ്മുടെ സൗഭാഗ്യം ഇനിയും വർദ്ധിക്കുമെന്ന് ബൈബിൾ പറയുന്നു. യഹോവയിൽ സന്തോഷിപ്പീൻ, അപ്പോൾ അവൻ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ പൂർത്തിയാക്കി തരും. അത് സ്വയം നേടാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലതാണ്. ആമേൻ. എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് എന്തെങ്കിലും എനിക്ക് സഹതാപം തോന്നുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവും. എന്ത് ചെയ്യണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്? നന്ദിയുള്ളവരായിരിപ്പിൻ. നിങ്ങൾക്ക് ചിന്തിക്കാനാവുന്ന എല്ലാറ്റിലും ദൈവത്തിന് നന്ദി പറയൂ. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹം. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കുമുള്ള പ്രശ്നം എന്തു തന്നെയായാലും പ്രശ്നങ്ങളെക്കാൾ നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങളുണ്ട്. ശരിയാണ്, പ്രശ്നങ്ങളെക്കാൾ നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങളുണ്ട്. എന്നാൽ നാം ചെയ്യുന്നത് എന്താണ്? അതാണ് സാത്താൻ്റെ പദ്ധതി. നാം പ്രശ്നങ്ങളിൽ ഉന്നമിട്ട് അനുഗ്രഹങ്ങളെക്കുറിച്ച് മറക്കണം എന്നതാണ് അവൻ ആഗ്രഹിക്കുന്നത്.
ബൈബിൾ പറയുന്നു, ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ അത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിങ്കിലേക്കുള്ള ശ്രദ്ധ വ്യതിചലിപ്പിക്കാൻ പര്യാപ്തമാകുന്നു. എല്ലായ്പ്പോഴും നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കരുത്. പകരം പ്രാർത്ഥിച്ച് അവയെ ദൈവത്തിങ്കിൽ ഏൽപ്പിക്കണം. പ്രശ്നങ്ങളെ അവങ്കൽ ഏൽപ്പിക്കൂ. എന്നിട്ട് മുന്നോട്ട് ചെന്ന് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുവിൻ. മുന്നോട്ട് ചെന്ന് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവിൻ എന്നാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, വ്യക്തിപരമായി എനിക്ക് നിങ്ങളെ അറിയില്ല. നിങ്ങളോട് പ്രസംഗിക്കുമ്പോഴുള്ള ബന്ധമേ എനിക്ക് നിങ്ങളോടുള്ളൂ. അതുപോലെ ഇതുപോലെയുള്ള കോൺഫറൻസുകളിൽ വന്ന് നിങ്ങളെ കാണുമ്പോഴുള്ളതും. എന്നാൽ എൻ്റെ മനസ്സിൽ തോന്നുന്നു, നിങ്ങളിൽ എത്ര പേരാണ് വാസ്തവത്തിൽ മറ്റുള്ളവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഒരു ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നത് എന്ന്? അഥവാ നാം മറ്റുള്ളവരെ നോക്കി ചോദിക്കുന്നുണ്ടോ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്താണ് ചെയ്യാനാവുക? വിവാഹ ബന്ധങ്ങൾക്ക് എന്താണ് സംഭവിക്കുക എന്ന് ചിന്തിച്ചു നോക്കൂ. 50% ക്രിസ്ത്യാനികൾ വിവാഹമോചനം നേടിക്കൊണ്ടിരിക്കുന്നു. ലോകരെക്കുറിച്ചല്ല പറഞ്ഞത്, ക്രിസ്ത്യാനികളെക്കുറിച്ചാണ്. എന്നാൽ ഇത് പറയുന്നത് കൊണ്ട് എന്നെ കല്ലെറിയരുത്. വിവാഹമോചനത്തെക്കുറിച്ച് ബൈബിളിൽ ന്യായമായ കാരണം ഒന്ന് മാത്രമാണുള്ളത്. ആരും മോശമായി പെരുമാറപ്പെടുന്നത് കാണാൻ ദൈവത്തിന് ഇഷ്ടമല്ല. നിങ്ങൾക്കറിയാമോ, ചിലപ്പോൾ വിട്ടുകളയാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരും. പക്ഷേ ഒത്തുപോകാൻ പ്രയാസമാണ് എന്നതുകൊണ്ട് മാത്രം ഒരാളെ ഡൈവേഴ്സ് ചെയ്യുന്നത് ശരിയല്ല. നാം എല്ലാം ചേർച്ചയില്ലാത്തവരാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആരാണ് പൊരുത്തമുള്ളവർ? പൊരുത്തപ്പെടാനും വിട്ടുകൊടുക്കാനും രണ്ടുപേരും തയ്യാറല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനാവില്ല. പക്ഷേ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ ഐഡിയ എന്താണ്? ഓക്കെ, നീ എന്നെ സന്തോഷിപ്പിക്കണം. എന്നാൽ അങ്ങനെ സംഭവിക്കാതെ പോകുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യം തോന്നും, അവരെ മാറ്റാൻ പരിശ്രമിക്കും. അപ്പോഴെന്താണ് ഉണ്ടാവുക? എന്നാൽ വിവാഹം കഴിക്കുന്ന ആ നിമിഷം തന്നെ നാം ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞാലോ, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നീ തന്നിരിക്കുന്ന ഈ വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പങ്കാളിയെ സന്തോഷിപ്പിക്കുന്നതിൽ ഉന്നം വെച്ചാൽ എന്താണ് സംഭവിക്കുക? എന്താണ് സംഭവിക്കുക എന്നറിയാമോ? അപ്പോൾ ദൈവം നിങ്ങളെ സന്തോഷിപ്പിക്കും. ദൈവം പറയുന്നത് പോലെ നാം ചെയ്താൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നമുക്ക് സാധ്യമാക്കി തരും. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇത് ആവർത്തിച്ച് പറയുകയാണ്. നന്മയാൽ തിന്മയെ ജയിക്കുക. റോമർ 12:21. ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ ജീവിതത്തിൽ ഭീകരമായ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. 1976 ദൈവം എന്നെ തൊട്ടപ്പോൾ 9ാമത്തെ വയസ്സിലായിരുന്നു ഞാൻ വീണ്ടും ജനിച്ചത്. പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് വീണ്ടും ജനിച്ചതെന്നതല്ല കാര്യം. നിങ്ങൾക്കൊന്നും അറിയില്ലെന്നുണ്ടെങ്കിലും, ദൈവവചനം അറിയില്ലെങ്കിലും, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയില്ലെങ്കിലും സാരമില്ല, ഒന്നും മാറാൻ പോകുന്നില്ല. രക്ഷിക്കപ്പെട്ടിട്ടും നിങ്ങൾ ദയനീയാവസ്ഥയിലായിരിക്കാം. ദയനീയാവസ്ഥയിലുള്ള പാപിയാവാം, ദയനീയാവസ്ഥയിലുള്ള പുണ്യാളനാകാം. സാധാരണ അത് അറിവില്ലായ്മ കൊണ്ടുള്ളതായിരിക്കും. ഞാൻ ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ചല്ല ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, അനവധി നല്ല മികവുറ്റ ദൃഢതയുള്ള നിയമങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരുപാട് നല്ല സഭകളുണ്ട്. പക്ഷേ ക്രിസ്തുവിൽ അവർ ആരാണ് എന്നതിനെക്കുറിച്ച് സഭ അവരെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞിരിക്കണം. അവൻ നിങ്ങൾക്ക് എന്ത് ചെയ്തെന്നും നിങ്ങൾക്കുള്ളത് എന്താണെന്നും യേശു എന്ത് വില കൊടുത്താണ് നിങ്ങളെ വാങ്ങിയതെന്നും നിങ്ങൾ അവൻ്റെ സംയുക്ത അവകാശിയാണെന്നും അറിഞ്ഞ് നിങ്ങൾ നയിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കാൻ തുടങ്ങണം. കള്ളൻ വരുന്നത് വധിക്കാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനുമാണ്. പക്ഷേ യേശു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങളുടെ ജീവൻ സന്തോഷമുള്ളതാക്കാനാണ് എന്ന്. ദിവസവും രാവിലെ എഴുന്നേറ്റ് ശ്വസിച്ചാൽ പോരാ, നിങ്ങളുടെ ജീവിതം സന്തോഷിക്കണം. നിങ്ങൾ വിചാരിക്കും, ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ എങ്ങനെ ഇല്ലാതാക്കും, എന്നാലല്ലേ ജീവിതം സന്തുഷ്ടമാക്കാനാവൂ? ഓ അല്ല, പ്രശ്നങ്ങളുടെ നടുവിലും ജീവിതം സന്തോഷിക്കുന്നത് എങ്ങനെ എന്ന് പഠിക്കണം. ഞാനിത് വീണ്ടും പറയാം. നിങ്ങൾ ആത്മീയ പക്വതയുള്ളവരാകണമെങ്കിൽ അത് തികച്ചും മനോഹരമാണ്. കാരണം നിങ്ങൾക്ക് ആത്മീയ പക്വത ഉണ്ടാകുമ്പോൾ നിങ്ങളെ ശല്യപ്പെടുത്തി അസന്തുഷ്ടരാക്കുന്നതൊന്നും ഇനി നിങ്ങളെ ശല്യപ്പെടുത്തില്ല. കാരണം അതെല്ലാം ദൈവം നോക്കിക്കൊള്ളുമെന്ന് നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കും. അപ്പോൾ ഒടുവിലെല്ലാം നന്മയ്ക്കായി കലാശിക്കും. അതുകൊണ്ട് 3 മാസം അതോർത്ത് വിഷമിച്ച് പാഴാക്കി കളയരുത്. ദൈവം അതെല്ലാം നോക്കിക്കൊള്ളുമെന്ന് അവനെ വിശ്വസിക്കൂ. മറ്റൊരാൾക്ക് അനുഗ്രഹമാവുന്നതിൽ നിങ്ങളെ തന്നെ ബിസിയാക്കുവിൻ. മറ്റൊരാളെ അനുഗ്രഹിക്കുന്നതിൽ നിങ്ങളെ ബിസിയാക്കുവിൻ. പക്ഷേ എനിക്കതിന് തോന്നുന്നില്ല. എൻ്റേതായ പ്രശ്നങ്ങൾ തന്നെ ധാരാളമുണ്ട്. ക്യാൻസർ രോഗിയായ മകനുള്ള ഒരാളുടെ കഥ ഞാൻ ഓർക്കുന്നു. അയാൾ മിനിസ്ട്രിയിലായിരുന്നു. മകൻ്റെ രോഗം ഭേദമാകാൻ അയാൾ പ്രാർത്ഥിച്ചിരുന്നു.
എന്നാലും മകൻ മരിച്ചുപോയി. അപ്പോൾ അയാൾ ദൈവത്തോട് കോപിച്ച് ഇങ്ങനെ ചോദിച്ചു, എൻ്റെ മകൻ മരിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? അപ്പോൾ ദൈവം അയാൾക്ക് മറുപടി കൊടുത്തു, എൻ്റെ മകൻ മരിച്ചപ്പോഴുണ്ടായിരുന്നിടത്ത് തന്നെ. ആമേൻ. അതിനാൽ നമ്മെക്കുറിച്ച് ഖേദിക്കേണ്ട ആവശ്യമില്ല. വ്യക്തമായ മനോനിലയാണ് നല്ലൊരു ജീവിതത്തിൻ്റെ പ്രധാന ചേരുവ. ഇന്ന് നമുക്ക് ചില മനോനില ക്രമീകരണങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ആദ്യമായി ഞാൻ വ്യക്തമായ മനോനിലയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്കൊരു ഗ്ലാഡ് ഗെയിം കളിക്കാൻ പഠിക്കാം. പോളിയാന ഗ്ലാഡ് ഗെയിം കളിക്കാൻ പഠിച്ചതുപോലെ തന്നെ, അതേപോലെ തന്നെ സാത്താനെ വട്ടുപിടിപ്പിക്കാനും എല്ലാറ്റിലും ഏതാനും നല്ലത് കണ്ടുപിടിക്കാനും. രാവിലെ ഇവിടേക്ക് വരുമ്പോൾ ഞങ്ങളുടെ വാഹനം 4 തവണ അവിടെ നിന്നു. പിന്നെ മൊത്തത്തിലും ഞാൻ വിചാരിച്ചു, ചർച്ചിലേക്ക് നടക്കാൻ എനിക്ക് വയ്യ, എന്നെ അവിടെ എത്തിക്ക്. ഒടുവിൽ ഞങ്ങളിവിടെ എത്തിയതിന് നന്ദി ദൈവമേ. ഇപ്പോൾ കാറുകൾ പരസ്പരം മാറ്റി. എന്നാൽ കാർ ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കിയതിൽ വിഷമിക്കാതെ ഞങ്ങളിവിടെ എത്തിയതിൽ എനിക്ക് സന്തോഷിക്കാം. കാറിൻ്റെ പ്രശ്നം നേരെയാക്കി. ഒരുപക്ഷെ നിങ്ങൾക്ക് അൾട്രാസൗണ്ടോ MRIയോ അല്ലെങ്കിൽ എക്സ്റേയോ എടുക്കേണ്ട സ്ഥിതി വന്നിട്ടുണ്ടാവാം, അഥവാ ഫിസിക്കൽ തെറാപ്പി വേണ്ടി വന്നേക്കാം. പക്ഷേ മെഡിക്കൽ ഇൻഷുറൻസ് തരുന്ന ഒരു നല്ല സ്ഥാപനത്തിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെന്ന് സന്തോഷിക്കൂ. എല്ലാവർക്കും ഇത് സാധ്യമായിരിക്കില്ല, പക്ഷേ ഞങ്ങളുടെ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോഴും മെഡിക്കൽ ഇൻഷുറൻസ് നൽകുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോട് പെരുമാറേണ്ട വിധത്തിൽ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ജോലി ചെയ്തിരുന്നെങ്കിൽ പ്രതീക്ഷിക്കുന്നത് പോലെ. അതുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ പലരും 20, 25, 30 വർഷത്തോളം ജോലി ചെയ്യുന്നത്. നിങ്ങൾ പറയും ഞാനും ആ കൂട്ടത്തിൽ പെട്ടത് തന്നെയാണ് എന്ന്. നെഗറ്റീവായി ചിന്തിക്കുന്നത് തടയാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, ഈ ലോകത്തിലുള്ള എല്ലാവരെയും നിയന്ത്രിക്കാൻ എനിക്കിഷ്ടമാണ്, പക്ഷെ അതൊരിക്കലും സാധിക്കില്ലെന്നറിയാം എന്ന്. എന്നാൽ സ്വാഭാവികമായി നെഗറ്റീവാണെന്ന് മുദ്ര കുത്തിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരു പോസിറ്റീവ് മനോനില ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു കാര്യം പറയട്ടെ, ഞാൻ പറയുന്നത് കേട്ട് വീട്ടിൽ ചെന്ന് അതുപ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നതിനുള്ള ഫലം തീർച്ചയായും കിട്ടുന്നതാണ്. നെഗറ്റീവ് മനോഭാവമുള്ളവരായിരുന്നാൽ നിങ്ങൾക്ക് സന്തോഷകരമായ ജീവിതം നയിക്കാനാവില്ല. നമ്മുടെ മനോനിലയ്ക്കും ചിന്തയ്ക്കും തമ്മിൽ ബന്ധമുണ്ട്. ജീവിതത്തിലുള്ള നിങ്ങളുടെ സ്ഥിതിയാണ് നിങ്ങളുടെ മനോനില. എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ കാണുക? എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് ഞാൻ കാണാൻ പോകുന്നത്? പലരും ചെയ്യുന്നത് പോലെ ഞാനും എല്ലാ പ്രശ്നങ്ങളും മാറി സന്തോഷത്തോടെ ഇരിക്കാൻ ആക്കണേ എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതായാൽ എനിക്ക് സന്തോഷിക്കാനാവും. എന്നിട്ട് അങ്ങനെ ചിന്തിച്ച് ഞാൻ കുറേ വർഷം പാഴാക്കി. ഒടുവിൽ എനിക്ക് മനസ്സിലായി, ദൈവം എൻ്റെ പ്രശ്നങ്ങളെ മാറ്റാൻ പോകുന്നില്ല എന്ന്. ഇന്ന് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ മോശമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ ഞാൻ മാറണമെന്ന് ദൈവം ആഗ്രഹിച്ചു. കൊള്ളാം, ഒരാളത് സമ്മതിച്ചു. എന്നാൽ പ്രശ്നക്കാർ നിങ്ങളാണെന്ന് ഇവിടെ ഇരിക്കുന്ന ചിലർക്കെങ്കിലും ബോധ്യമായിട്ടുണ്ടാവുമെന്ന് എനിക്ക് വിശ്വസിക്കാനാവുമോ? ഐ ലവ് യു. ഡേവ് മാറണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം ഡേവാണ് പ്രശ്നക്കാരൻ എന്ന് ഞാൻ കരുതി. ഇത് വാസ്തവമാണ്. ഏകദേശം 40 വർഷം മുൻപ് നടന്ന കാര്യത്തെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ദൈവമേ, ഡേവിനെ ഒന്ന് മാറ്റണമേ, എനിക്കിനി സഹിക്കാൻ വയ്യ, ഡേവിനെ ഒന്ന് മാറ്റണമേ. ദൈവം പറഞ്ഞു, ഡേവ് അല്ല, നീയാണ് പ്രശ്നക്കാരി. ഡേവ്, നിങ്ങളിപ്പോൾ സന്തോഷിക്കേണ്ട. വേണമെങ്കിൽ എനിക്ക് ഡേവിന്റെ മറ്റൊരു കഥയും പറയാൻ സാധിക്കും. നമ്മുടെ ചിന്ത, മനസ്സൊരു യുദ്ധക്കളമാണ്. സാത്താൻ നുണയനാണ്. അതുകൊണ്ട് അവൻ നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ നട്ട് നാം അത് സ്വന്തമായിട്ടെടുക്കും എന്ന് പ്രതീക്ഷിക്കും. നാം അത് മനസ്സിൽ വെച്ച് അതിനെക്കുറിച്ച് ധ്യാനിക്കും. എന്നിട്ട് അതിനെക്കുറിച്ച് പുറത്ത് പറയാൻ ആരംഭിക്കും. എന്നാൽ ദൈവവചനം അറിയാമെങ്കിൽ
നാം അതിൽ പറയുന്നത് പ്രകാരം പ്രവർത്തിക്കും. അപ്പോൾ സാത്താന്റെ നുണകൾ നിങ്ങളിൽ പറിച്ചു നടപ്പെടുകയില്ല. എനിക്ക് അനേകം വചനങ്ങൾ അറിയാം. ഞാൻ 45 വർഷങ്ങളായി വചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 45 വർഷങ്ങൾ. നിങ്ങൾ വിചാരിക്കും ആഴ്ന്ന അറിവുണ്ടായിരിക്കുമല്ലോ. വചനത്തെക്കാൾ മികച്ചതായിട്ടൊന്നുമില്ല. ഒന്നുകിൽ കുഴപ്പങ്ങളിൽ കഴിയാം, അല്ലെങ്കിൽ വചനത്തെക്കുറിച്ച് പഠിക്കാനുള്ള വാഞ്ഛയോടെ നിങ്ങളുടെ ജീവിതത്തിൽ ദിവസവും മുന്നോട്ടുള്ള യാത്ര ആസ്വദിച്ചുകൊണ്ടേയിരിക്കാം. ഒരു ദിവസം 3 മണിക്കൂർ കമ്പ്യൂട്ടറിൽ കളിക്കാൻ സമയമുണ്ടെങ്കിൽ ദിവസം 2 മണിക്കൂർ TV കാണാനാകുമെങ്കിൽ ദൈവത്തോടൊത്തും വചനം വായിക്കാനും സമയം കണ്ടെത്താനാവും. ദൈവത്തോടൊത്തു സമയം ചിലവാക്കുന്നതിനേക്കാൾ വിലമതിപ്പുള്ളത് ഒന്നുമില്ല. ഒന്നും ചെയ്യാതെ ഒരിടത്തിരുന്ന് കരയുന്നത് നിർത്തി ദൈവത്തോടൊത്ത് സമയം ചിലവാക്കൂ. ദൈവത്തോടൊത്ത് സമയം ചിലവാക്കുക എന്നത് വലിയൊരു പണിയൊന്നുമല്ല. നിങ്ങൾ സത്യത്തിൽ സമയമെടുക്കുന്നത് ദൈവത്തെ കൂടാതെ നിങ്ങളെക്കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല എന്ന വാസ്തവത്തെ അവനെ അറിയിക്കാനാണ്. സാത്താൻ മഹാനുണയനാണ്. പക്ഷേ അവന്റെ നുണകൾ നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ വഞ്ചനയ്ക്ക് ഇരയാവും. എന്നാൽ ജീവിതകാലം മുഴുവനും കള്ളത്തരങ്ങൾ വിശ്വസിക്കുന്ന അനേകരുണ്ട് എന്നത് അത്ഭുതകരമാണ്. നിങ്ങൾ എത്ര നുണകൾ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോഴും എന്തൊക്കെ നുണകൾ വിശ്വസിക്കുന്നുണ്ടെന്നും എനിക്കറിയില്ല. കൂരിരുട്ടുള്ള ചില സ്ഥലങ്ങളിൽ ഞാൻ വെളിച്ചം പ്രകാശിപ്പിക്കണം. ബൈബിളിൽ എഫേസ്യർ 4-ാം അധ്യായത്തിൽ നമ്മുടെ മനസ്സും നമ്മുടെ മനോനിലയും ഓരോ ദിവസവും തുടർച്ചയായി പുതുപ്പിക്കണം എന്ന് പറയുന്നു. അതായത് ഇതൊരു തവണ ചെയ്യേണ്ട കാര്യമല്ല, വീണ്ടും ചെയ്യേണ്ടി വരില്ലെന്ന് പറയാനുമാവില്ല. ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സാത്താൻ കൊണ്ടുവരുന്ന തെറ്റായ ചിന്തകൾ വിശ്വസിക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. ആമേൻ. റോമർ 12:2 ഈ ലോകത്തിന് അനുരൂപരാവരുത്. ഈ ലോകത്തിലാണെങ്കിലും ലോകരെ പോലെ ആവരുത്. അവരിൽ നിന്ന് പുറത്തു വന്ന് വ്യത്യസ്തരായിരിക്കുവിൻ, ദൈവം പറഞ്ഞു. നാം മറ്റുള്ളവരെക്കാൾ മികച്ചവരാണെന്നതുപോലെ പെരുമാറാനോ അവിശ്വാസികളുമായി കൂട്ടുകൂടരുതെന്നോ അല്ല അർത്ഥം. ലോകരുടെ മുറകൾ നാം പിന്തുടരാൻ പാടില്ല. ആമേൻ. ഞാനൊരു ഉദാഹരണം തരാം. ഞാനിത് പറയുമ്പോൾ പലരെയും ദേഷ്യം പിടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ജനങ്ങൾ വിവാഹിതരാവാതെ ഒരുമിച്ച് ജീവിക്കുന്നത് സാധാരണയാണെന്ന് വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ജീവിച്ചു നോക്കാം, എല്ലാം നന്നായി നടക്കുകയാണെങ്കിൽ ശരി. ഇത് എങ്ങനെയുള്ള ഉടമ്പടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ദൈവവചനത്തിലില്ല. എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ആരെങ്ങനെ ചെയ്താലും എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങളെ ചൊടിപ്പിക്കാനല്ല ശ്രമിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ചിലർ ഒരുപക്ഷെ അങ്ങനെ ജീവിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നു, നിങ്ങളോട് ആർക്കെങ്കിലും യഥാർത്ഥ കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ അർഹിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ അർഹതയുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് അതിനേക്കാൾ നല്ലൊരു പ്ലാനുണ്ട്. ആമേൻ. ദേവും ഞാനും വിവാഹിതരായി 57 വർഷങ്ങളായി. ഞങ്ങൾക്ക് 4 മക്കളും 12 പേരക്കുട്ടികളും അവർക്ക് 6 മക്കളും ഉണ്ട്. ചിലപ്പോൾ തോന്നും ചെക്സ് എഴുതാനേ എനിക്ക് നേരമുള്ളൂ എന്ന്. ബർത്ത്ഡേസിനും ക്രിസ്മസിന് എൻ്റെ വിരലുകൾ മരവിച്ചു പോകാറുണ്ട്. എന്നാൽ സന്തോഷകരമായ ജീവിതം നയിക്കുന്നതിനെക്കുറിച്ച് ദൈവം എന്നെ പഠിപ്പിച്ചതിന് എനിക്ക് കൃതാർത്ഥതയുണ്ട്. വചനത്തെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ തെറ്റായ ചിന്തകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വചനം പഠിക്കുന്നതിന് മുൻപ് തെറ്റായ ചിന്തകൾ കൊണ്ട് ദിവസം മുഴുവൻ നിങ്ങൾ പാഴാക്കിയിരിക്കും. മനസ്സ് മുഴുവൻ തെറ്റായ ചിന്തകളായിരിക്കും. ചിന്തകളെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ചിന്തകളെ തടയാൻ എനിക്കാവില്ല. ചിന്തകളെ തടയാൻ എനിക്കാവില്ല. അതേസമയം ബൈബിൾ പറയുന്നു തെറ്റായ ചിന്തകളെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും എന്ന്. അതിനു പകരം ദൈവത്തിൻ്റെ വചനം അംഗീകരിക്കുന്ന കാര്യങ്ങൾ എന്തും തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. രാവിലെ എഴുന്നേറ്റ ഉടനെ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയിൽ തന്നെ നിങ്ങൾ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നിങ്ങൾ ചെയ്ത
എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരും. ആർക്കെങ്കിലും ഇത് മനസ്സിലായോ? ഇന്നലെ നിങ്ങൾ ഇത് ചെയ്തു, അത് ചെയ്തു എന്നെല്ലാം ഓർമ്മ വരും. എന്നാൽ വചനം എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, ദൈവം എനിക്ക് മാപ്പ് തന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിച്ചതിന് നന്ദി. ഇന്നലെ അങ്ങ് എന്നോട് ക്ഷമിച്ചതിന് നന്ദി. ഇന്ന് ഒരു പുതിയ ദിവസമാണ്. നിന്റെ ദയ എന്നും പുതിയതാണ്. കഴിഞ്ഞ കാര്യങ്ങൾ പുറകോട്ട് തള്ളിമാറ്റി മുന്നോട്ടുള്ള കാര്യങ്ങൾക്കായി മുൻപോട്ട് പോകൂ. അപ്പോൾ വായ തുറന്ന് ദൈവവചനം സംസാരിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം തന്നെ നിങ്ങളുടെ മനസ്സ് ശാന്തമാകും. കാരണം മോശമായ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നല്ലത് പറയാൻ സാധിക്കില്ല. അതെ, മോശമായത് ചിന്തിച്ചുകൊണ്ട് അതേസമയം നല്ലത് പറയാൻ നമുക്കാവില്ല. സാത്താനോട് എതിർത്ത് സംസാരിക്കാൻ പഠിക്കണം. അവൻ ഒരുപാട് സംസാരിക്കും. അവന് മറുപടി കൊടുക്കാൻ സാധിക്കണം. വീട്ടിൽ ഉറക്കെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മണ്ടത്തരമാണെന്ന് തോന്നിയേക്കാം. ഏതായാലും നിങ്ങൾ സംസാരിക്കും. അതിനു പകരം അർത്ഥവത്തായ എന്തെങ്കിലും സംസാരിക്കാമല്ലോ. ആമേൻ. ചിലപ്പോൾ എന്തെങ്കിലും സാധനം താഴെ വീണാൽ നാം പറയും, ഞാൻ മണ്ടിയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇത് വളരെ വിലമതിപ്പുള്ളതാണ്. സ്വന്തം വായ കൊണ്ട് ഒരിക്കലും നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ പാടില്ല. ഞാനിത് വീണ്ടും പറയാം, കേൾക്കൂ. നിങ്ങൾ അത്ഭുതവാന്മാരാണ്. നിങ്ങൾ തികച്ചും ഒരു മാസ്റ്റർ പീസാണ്. നമ്മുടെ ശരീരത്തിന് ശരിയായ വിധത്തിൽ നടന്നു പോകുന്ന ഒരു ദിവസം വേണം എന്നത് തികച്ചും വിസ്മയാവഹമാണ്. സങ്കീർത്തനം 139 ദാവീദ് അത് എഴുതിയിരിക്കുന്നു. നാം അത്ഭുതകരമായും അതിശയകരമായും സൃഷ്ടിക്കപ്പെട്ടു. ഇത് ശരിയാണ്. നമുക്ക് ഒട്ടനവധി സാധ്യതകൾ ഉണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന തലച്ചോറിന്റെ ഒരു ചെറിയ ഭാഗം പോലും പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ജീവിതം കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് അനുഗ്രഹമാവാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ ചെയ്ത തെറ്റിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ഒരു ദിവസം പോലും പാഴാക്കാൻ സാത്താനെ അനുവദിക്കാൻ പാടില്ല. റോമർ 12 ഈ ലോകത്തിന് അനുരൂപരാവാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഇന്ന് നാം മനോനിലയെ ക്രമപ്പെടുത്താൻ പോവുകയാണ്. ആമേൻ. ഇത് കേൾക്കൂ. അപ്പോൾ നാം ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. നിങ്ങൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചിന്തിക്കാൻ പഠിക്കും. ജോയ് സി മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്.